നമ്മൾ സ്കാലപ്പ് ഒരു ടൈപ്പ് പഠിച്ചു, അതായത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന പഠിച്ചു. ഇനി നമുക്ക് സിഗ്സാഗ് വെച്ചിട്ട് ചെയ്യുന്നതാണ്, ചെയിൻ വിത്ത് സിഗ്സാഗ്. ഇതുപോലെ നമ്മൾ 3-4 ലൈൻസ് അടുപ്പിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലൂടെയാണ് നമ്മൾ സിഗ്സാഗ് കൊടുക്കേണ്ടത്. അടുത്തടുത്തായിട്ട് ചെയ്യാൻ നോക്കുക. സിഗ്സാഗ് ചെയ്യുമ്പോൾ അപ്പുറവും ഇപ്പുറവും ലോക്കൊന്നും കൊടുക്കണ്ട. അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും ചെയിൻ എടുത്ത് പോയാൽ മതി. നമ്മൾ എത്രത്തോളം ലൈൻസ് ഇടുന്നോ അത്രത്തോളം വീതി കിട്ടും നമുക്ക്. ഗ്യാപ്പില്ലാണ്ട് ചെയ്തു പോകാനായിട്ട് നോക്കുക. ഷോളിലൊക്കെ നമ്മൾ മെയിൻലി ഇതാണ് ചെയ്യുന്നത്. ബട്ടൺ ഹോൾ വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതായത് അടുത്തടുത്തായിട്ട് ചെയ്തു പോകുമ്പോൾ കുറച്ച് നമുക്ക് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ കഴിയും. അപ്പോൾ നമ്മൾ ഷോളിലൊക്കെ ലോങ് ആയിട്ട് ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ചുമ്മാ ചെയിനിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക ഇതിട്ട് ചെയ്യുന്നതാണ്. ഇതിട്ട് ചെയ്തിട്ട് ഉള്ളോട്ട് പിന്നെ നമുക്ക് ബീഡ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പുറവും ഇപ്പുറവും ചുമ്മാ ഇങ്ങനെ ചെയിൻ ഇട്ടിട്ടിട്ട് പോയാൽ മതി. ഉള്ളിൽ ചെയ്യുന്ന ലൈൻസ് കുറച്ച് ലോങ് ആയിട്ട് ചെയ്താൽ മതി, അടുപ്പിച്ച് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ ചെയിൻ വിത്ത് സിഗ്സാഗ് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്ന കട്ട് വർക്ക്, പാച്ച് വർക്കിലൊക്കെയാണ്. പക്ഷേ ഷോളിനും നമ്മളത് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ദുപ്പട്ടയുടെ ഒക്കെ സൈഡൊക്കെ കുറച്ചുകൂടെ സ്കാലപ്പത്തിലൂടെ നീറ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്.